താങ്ക് യു വെരി മച്ച്. വൺസ് അഗൈൻ ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. രാജേഷിനെ ഒരു ശത്രുവശത്താണ് കണ്ടിരിക്കണം തോന്നുന്നു. തമിഴ്നാട്ടിൽ നിന്ന് അച്ചീവേഴ്സ് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഇവിടെ അതിലും കൂടുതൽ പൊട്ടിക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു മത്സര ബുദ്ധിയോട് കൂടിയാണ് എല്ലാവരും കാണുന്നത് തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും സുഖമാണോ? എന്റെ മത്സര ബുദ്ധിയിലൊന്നും കാണാട്ടോ. ഞാൻ തമിഴ്നാട്ടിലും മാത്രമല്ല കേരളത്തിലും ബിസിനസ് ചെയ്യുന്നുണ്ട്. എന്റെ പിള്ളേരെല്ലാം എല്ലാവരും ഒരു എനിക്കൊരു തമ്പ് കാണിക്കാവോ, എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ല തമ്പ് കാണിക്കാവോ? ഭയങ്കര സീരിയസ് ആയിട്ടാണ് എല്ലാവരും. ഇത്ര സീരിയസ് ഒന്നും ആവശ്യമില്ല. ബി കൂൾ അല്ലെ? നമ്മള് ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും, പല ബുദ്ധിമുട്ടുകളുണ്ടാവും, പല കഷ്ടപ്പാടുകളുണ്ടാവും. അതൊന്നും ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക കുറച്ച് നേരത്തേക്ക്. എന്നിട്ടൊരു സമാധാനമായിട്ടിരുന്ന് കേൾക്കുക. കാരണം എന്ന് നിങ്ങൾ ഇൻഡസ്ട്രി ബിസിനസ് എടുത്തിട്ടുണ്ടോ അന്ന് മുതൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, നിങ്ങളെ കഷ്ടപ്പാടുകളും നിങ്ങളെ ബുദ്ധിമുട്ടുകളുടെയൊക്കെ അവസാനം അതാണ്. ഞാൻ 2014 ഞാൻ ഈ ബിസിനസ് സെലക്ട് ചെയ്യുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് കഷ്ടപ്പാടുകളിലോ പണത്തിനുള്ള ബുദ്ധിമുട്ടോ എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾക്കും അത് ഉണ്ടാവില്ല. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ കയറ്റി വെച്ചെങ്ങനെ ഇരുന്ന് ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. കൂൾ ആയിട്ടിരിക്കുക. എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മൾ എന്തിനാ അവിടെ വന്നിരിക്കുന്നതെന്ന്. അപ്പൊ എന്തായാലും ഈ ബിസിനസ്സിൽ ഇത് വിജയിക്കണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് അർത്ഥമില്ല. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ വിജയിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണല്ലോ ഈ സമയത്ത് ഈ പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങൾ പലതായിരിക്കാം. ചിലർക്ക് കടങ്ങളുള്ളത് വീട്ടിലായിരിക്കാം ലക്ഷ്യം, ചിലർക്ക് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കലായിരിക്കാം ലക്ഷ്യം, ചിലർക്ക് കുട്ടികൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുക്കലായിരിക്കാം ലക്ഷ്യം, ചിലർക്ക് വീട് വെക്കലായിരിക്കാം, സ്വപ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കോടീശ്വരനാവണം എന്നായിരിക്കാം, ലക്ഷറി ലൈഫ് ആയിരിക്കാം. അങ്ങനെ പലർക്കും അല്ലെ. സൈക്കിൾ ബ്രാൻഡ് അഗർബത്തിയുടെ പരസ്യം പറയുന്നത് പോലെ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും അവരുടേതായ കാരണങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ ഓരോ ഇൻഡസ്ട്രി ഡിസ്ട്രിബ്യൂട്ടർക്കും ഇത് ചെയ്യുന്നതിന് ഓരോ കാരണങ്ങളുണ്ട്. കാരണം അൾട്ടിമേറ്റ് ആയിട്ട് ഇതിന്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ഈ ബിസിനസ്സിൽ വിജയിക്കുക എന്നുള്ളതാണ്. ഞാൻ 2014 ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഞാൻ ഈ ബിസിനസ് ചെയ്തു തുടങ്ങി. ആദ്യം തമിഴ്നാട്ടിലാണ് ഞാൻ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രോഗ്രാമുകളുടെ പ്രാധാന്യമാണ് ഞാൻ പറയാൻ പറ്റുന്നത്. കാരണം സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമുക്ക് മുന്നിൽ വരുമ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെ നോക്കിക്കാണണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്റെ ജീവിതത്തിന് എക്സാമ്പിൾ വെച്ചുകൊണ്ട് എനിക്കത് പറയാൻ സാധിക്കും. ഞാൻ 15ാമത്തെ വീക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 15ാമത്തെ ആഴ്ചയിൽ എന്റെ അപ്ലൈ ലീഡർ അതായത് സുജിത് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഒരു പ്രോഗ്രാം സേലത്ത് വെച്ച് വരുന്നുണ്ട്. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് 25ാമത്തെ വീക്ക് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആ സെലിബ്രേഷൻ പ്രോഗ്രാമിനെ മാക്സിമം ഉപയോഗിക്കണം. അത് പറഞ്ഞ ശേഷം അദ്ദേഹം കൂട്ടിച്ചേർത്തു, അടിവരയിട്ടൊരു വാക്കുകൂടി പറഞ്ഞു, നിങ്ങളും അതിന്റെ ആ വാക്കുകൾക്ക് അടിവരയിടണം. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ആരാണ് വിജയിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ പ്രോഗ്രാമുകളെ ആരാണോ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അവരാണ് ഡയറക്ട് സെല്ലിംഗിൽ വിജയിച്ചിട്ടുള്ള ആളുകൾ. ആർക്കാണോ പ്രോഗ്രാമുകളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത് അവരാണ് വലിയ രീതിയിൽ സക്സസ്ഫുൾ ആവുക എന്ന് പറയും. സാർ അത് പറഞ്ഞപ്പോ ഞാൻ എപ്പോഴും അങ്ങനെയാണ്. അപ്ലൈൻ എന്ത് പറഞ്ഞാലും പിന്നെ നമുക്ക് അവിടെ ഫിൽട്ടറിങ് ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് ചെയ്യണം. 15ാമത്തെ ആഴ്ച ഇനി ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. 25ാമത്തെ ആഴ്ച സെലിബ്രേഷൻ നടക്കാൻ പോകുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതിന് വേണ്ടിയുള്ള എന്റെ തയ്യാറെടുപ്പ്. ഞാൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടത്? സുജോയ് പറഞ്ഞു മാക്സിമം ആളുകളെ പ്രൊമോട്ട് ചെയ്യണം, മാക്സിമം ആളുകൾ ആ ഹാളിലേക്ക് കയറണം, അച്ചീവർ ആയിട്ട് നീ സ്റ്റേജിൽ നിൽക്കണം. എങ്കിൽ മാത്രമേ നിനക്കൊരു ബ്രാൻഡിങ് ഉണ്ടാവുള്ളൂ, നിനക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കും. അത് നിന്റെ ബിസിനസിന്റെ സ്പീഡ് കൂട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഉണ്ടായിരുന്നത് 10 ആഴ്ചയാണ്. ആ 10 ആഴ്ച ഞാൻ എങ്ങനെ വർക്ക് ചെയ്തു ചോദിച്ചാൽ ആ 10 ആഴ്ചയിൽ ഒരു ഇലക്ഷൻ അനൗൺസ് ചെയ്ത സ്ഥാനാർത്ഥി എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെയായിരുന്നു എന്റെ 10 ആഴ്ചത്തെ വർക്ക്. ഇല്ല. ഭക്ഷണം കഴിക്കുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. റെസ്റ്റ് എടുക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. അതായത് ഇതൊന്നും ഇല്ല എന്നല്ല, ഇതിനുവേണ്ടി സമയം മാറ്റിവെക്കുന്ന പരിപാടി നിർത്തി. രാത്രികളിൽ മുഴുവൻ യാത്രയും, പകൽ സമയങ്ങളിൽ മീറ്റിംഗ്, രാത്രി യാത്ര പകൽ സമയം മീറ്റിംഗ്, രാത്രി യാത്ര പകൽ സമയം മീറ്റിംഗ്. തമിഴ്നാടിന്റെ അങ്ങോളം ഇങ്ങോളം വണ്ടി എടുത്ത് ഇറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങോളം എങ്ങോളം എന്റെ കയ്യിലൊന്നൊരു ഫോർഡ് ഫിയസ്റ്റ കാറാണ്, അത് വെച്ചുകൊണ്ട് അങ്ങോളം എങ്ങോളം കറങ്ങി. ഉറങ്ങാനൊന്നും സമയമില്ല. ഉറക്കൊക്കെ എങ്ങനെയായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ടോൾ ബൂത്തിന്റെ മുന്നിലോ ഏതെങ്കിലും പെട്രോൾ ബങ്കിന്റെ മുന്നിലോ ഒക്കെ കിടന്നുറങ്ങും. വണ്ടി സൈഡാക്കിയിട്ട് നല്ല ഉറക്കം 2 മണി